إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അൽ ഉസൂൽ സലാസ എന്ന ഗ്രന്ഥത്തിന്റെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളയുടെ ഷർഹോടുകൂടിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗത്തുള്ള ഷെയ്ഖിന്റെ സംബോധനയും അതിന്റെ വിശദീകരണവും ഇൽമ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ടെന്ന ഇൽമ ഏതാണ്, പൊതുവായ സമൂഹത്തിന്റെ ബാധ്യതയായി വരുന്ന ഇൽമിന്റെ വിഷയങ്ങൾ ഏതാണ്, ഭൗതിക വിജ്ഞാനങ്ങളെ സംബന്ധിച്ച ദീനിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിട്ടുള്ളത്. അതിന്റെ തുടർച്ച 4 കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം അൽ ഇൽമു, ഇൽമ് എന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. ഇനി എന്താണ് ഇൽമ്? അതായത് ഇൽമുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ബാധ്യതയും വ്യക്തിബാധ്യതയും പൊതുബാധ്യതയും അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ഇൽമ് എന്ന് ചോദിച്ചാൽ അതിനെ ഒന്നുകൂടി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖിന്റെ വിശദീകരണം തന്നെ മത്നിൽ വഹുവ മഅരിഫത്തുല്ലാഹി വ മഅരിഫത്തു നബിയിഹി. ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കലാണ്. വ മഅരിഫത്തു ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കലാണ്. ബിൽ അദില്ലത്തി, തെളിവുകളോടുകൂടി. അപ്പോ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിന്റെ മതത്തെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക, ഇതാണ് ഇൽമ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മതവിജ്ഞാനവും ഭൗതിക വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസവും രണ്ടും പഠിക്കുന്നതിൽ ഇസ്ലാം അല്ലെങ്കിൽ ഖുർആനിലും ഹദീസിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിജ്ഞാനം ഏതാണ് എന്നീ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് തന്നെ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതൊന്നുകൂടി ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് നീ അറിവ് നേടണം എന്ന് പറഞ്ഞാൽ എന്താണ് അറിവ്? അത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവന്റെ ദീനിനെയും മനസ്സിലാക്കലാണ്. എങ്ങനെ? വെറുതെ കേട്ടുപോയ പോരാ, ബിൽ അദില്ല, തെളിവുകളോടുകൂടി മനസ്സിലാക്കുക. അപ്പോ അള്ളാഹുവിനെ അംഗീകരിക്കണം, അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം. അതിനെന്താ തെളിവ്? തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് നബി? എന്തുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നബിയായി നിയോഗിച്ചു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമന ലക്ഷ്യം എന്താണ്? നബിയെ എങ്ങനെ അംഗീകരിക്കണം, എങ്ങനെ പിൻപറ്റണം? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ തെളിവോടുകൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ദീൻ അതെന്താണ്? ഇതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തെളിവോടുകൂടി മനസ്സിലാക്കുക എന്ന് പറയും. തെളിവില്ലാതെ വെറുതെ കേട്ടുകേൾവിന്റെ അടിസ്ഥാനം അതിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് മറിച്ചൊരു ചർച്ചയോ വേറെ ഒരു തർക്കമോ വിമർശനമോ ഒക്കെ വരുമ്പോ വഴിമാറിപ്പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് തന്നെയാണോ ശരി, അപ്പുറത്താണോ ശരി എന്നൊക്കെ തോന്നുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ്. ഇനി ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സർവത്തിന്റെയും റബ്ബാണ്. ആ റബ്ബിനെ മനസ്സിലാക്കാൻ അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടുള്ള വഴി അവന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളാണ്. അതേപോലെ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, ഇതിനെക്കുറിച്ചും ആയാത്ത് എന്ന് തന്നെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ അല്ലാതെ ഇതിന്റെ ശേഷം വേറെ സ്ഥലത്ത് അതിന്റെ ചർച്ച വരുന്നുണ്ട്. അപ്പൊ രണ്ടിനെ കുറിച്ചും ആയാത്ത് എന്ന് പറയാം. നമ്മൾ ഖുർആനിൽ ആയത്ത് സൂറത്തിൽ ആയത്ത് ഏതായത്താന്ന് നോക്കില്ല, ആ ആയത്തെന്നാൽ ദൃഷ്ടാന്തം എന്നാണ് അർത്ഥം. ഇനി പ്രകൃതിയിലുള്ള വസ്തുക്കൾ അതും എന്താണ്? ഇപ്പൊ രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ പിന്നെ എല്ലാ സൃഷ്ടികളും, ഇതൊക്കെ ഖുർആൻ മൊത്തത്തിലും ചില കാര്യങ്ങൾ പ്രത്യേകം വിശദീകരിച്ചുകൊണ്ടും എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ പ്രാപഞ്ചികവും അതുപോലെ തന്നെ ഖുർആനികവുമായ ആയത്തുകൾ, അള്ളാഹുവിന്റെ ഖുർആൻ ഒരുത്തൻ ഊതിയാൽ അവന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അള്ളാഹുവാണ് ആകാശങ്ങളെയും ഈ ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളത്.
സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഇവയിലുള്ളവയെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അതുപോലെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും എല്ലാറ്റിനെയും കണക്കാക്കാനും നിർണയിക്കാനും കഴിവുള്ളവനും റഹ്മാനും റഹീമുമായ അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ശരിയായ രീതിയിൽ പരിചയപ്പെടുത്തുന്നു. ആ അള്ളാഹുവാണ് നമുക്ക് വേണ്ട എല്ലാ നിഅമത്തുകളും ചെയ്തു തന്നത്. നമ്മെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ട വിഭവങ്ങൾ, അതാണ് റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും അന്നം മാത്രമല്ല, മനുഷ്യർക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ റിസ്ക്കാണ്. ഇതൊക്കെ നൽകിയതും അള്ളാഹുവാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ ശരിയായി ഓതി മനസ്സിലാക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ആയാത്തുകളും പ്രപഞ്ചത്തിലെ ആയാത്തുകളും എന്ന് പറഞ്ഞതോടൊപ്പം വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശോധിച്ചാൽ അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ശരിയായ വഴി എന്താണ്? അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും പഠിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ പേരുകൾ, ആ പേരിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും, അതുപോലെ അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ മറ്റാരെയും പങ്കു ചേർത്തുകൂടാ, എന്തുകൊണ്ട് അവന് വഴിപ്പെട്ട് അവനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരാൾക്ക് ബോധ്യപ്പെടാൻ ഉള്ള വഴി അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും പഠിക്കലാണ്. കാരണം നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ വഴി എന്താ? മുമ്പൊക്കെ വേറൊരാളോട് ചോദിക്കും, അധ്യാപകനോടോ മാതാപിതാക്കളോടോ വിവരമുള്ളവരോടോ ചോദിക്കും. ഇന്നിപ്പോ എന്ത് വിഷയത്തിലും ഫോൺ എടുത്തിട്ട് നെറ്റിൽ സെർച്ച് ചെയ്താൽ ആ വസ്തുവുമായി അതുമായി നമുക്ക് അറിയേണ്ട വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴി എന്താ? നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, കണ്ടിട്ടില്ല, പരലോകത്ത് സ്വർഗത്തിൽ കാണും. അതുപോലെ തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമെടുത്തിട്ട് ഒരു ലാബ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ തടി നമ്മൾ കിട്ടണമല്ലോ, ഒരു കഷ്ണമെങ്കിലും. പിന്നെ അള്ളാഹുവിന്റെ ചിത്രമോ രൂപമോ വീഡിയോ ഇതൊന്നും നോക്കിയിട്ട് പഠിക്കാൻ കഴിയില്ല. പിന്നെ എന്താ അള്ളാഹിനെ മനസ്സിലാക്കാനുള്ള വഴി? അത് അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും, അള്ളാഹുവിന്റെ പേരുകളും അവന്റെ വിശേഷണങ്ങളും പഠിക്കുക എന്നതാണ്. അത് എവിടുന്ന് കിട്ടും? അത് ഖുർആനിൽ നിന്ന് കിട്ടും, പിന്നെ ഹദീസുകളിൽ നിന്ന് കിട്ടും. ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴി. അപ്പൊ ആ ഖുർആൻ പഠിക്കുക, ഖുർആനിലൂടെ കണ്ടെത്താം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അസ്മാ സിഫാത്തുകളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുക. പിന്നെ ആയാത്തുകൾ, ഇപ്പൊ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുമ്പോ വിശുദ്ധ ഖുർആനിലും അഫി അൻഫുസിക്കും, നിങ്ങളിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നിപ്പോ ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പൊ നമ്മുടെ നഖത്തിന്റെ അപ്പുറത്തെ തൊലി, അതിന്റെ കളറ്, തൊലിന്റെ അടിയിലുള്ള മാംസത്തിന്റെ കളറ്, പിന്നെ നഖത്തിന്റെ കളറ്, നഖത്തിന്റെ അറ്റത്ത് നമ്മൾ മുറിച്ചൊഴിവാക്കുന്ന നഖത്തിന്റെ കളറ്, ഇതൊക്കെ വേറെ വേറെയാണ്. എല്ലാവരും ഒരു വഴിക്കാ വരുന്നത്, പക്ഷെ ഒക്കെ വ്യത്യസ്തമാണ്. ഇനി രക്തം, അതിന്റെ കളറ് വേറെയാണ്. രക്തത്തിൽ ഒരുപാട് ജലത്തിന്റെ അംശമുണ്ട്. പിന്നെ ലാബില് ഡോക്ടർമാർ എഴുതുന്ന ഷീട്ട് പരിശോധിച്ചാൽ രക്തവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ടെസ്റ്റുകൾ കാണാം. അപ്പൊ എന്താ, ഒരു സാധനം മാത്രമല്ല, അതിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വഫി അൻഫുസിക്കും, നിങ്ങളിൽ തന്നെ ദൃഷ്ടാന്തമുണ്ട്. നമ്മളെ ഒന്നായിട്ട് പരിശോധിക്കേണ്ട, ഒരു അവയവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതൊന്നും വെറുതേണ്ടതല്ല. അപ്പൊ പ്രകൃതി ഈ പ്രകൃതി എന്ന് പറയുന്ന ഏതാ പ്രകൃതി? ഈ ഭൂമി ആകാശം തന്നെ. അപ്പൊ ഭൂമി ആകാശമാണ് അതുണ്ടാക്കിയത്? അല്ല, അതിന്റെ പിന്നിൽ ഒരാളുണ്ട്, അതാണ് അള്ളാഹു. അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുക. ഇനി പ്രപഞ്ചത്തിൽ നീ പരിശോധിച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ, ആ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾക്ക് വേണ്ട സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കിയത് ഓരോന്നിനും അതിന്റേതായ ആഹാര രീതികളും എരപിടിക്കാനുള്ള ശേഷിയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും, ഇതൊക്കെ അള്ളാഹു എങ്ങനെ സംവിധാനിച്ചു. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക എന്നാണ്. നബി എന്ന് പറയുന്നത് ശരീരഘടന പരിശോധിച്ചാൽ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. തൊലി, രോമങ്ങൾ, മുടി, താടി, മീശ, പല്ല്, ചുണ്ട്, കണ്ണ്, പിന്നെ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ, ഇതൊന്നും നമ്മൾ നബിയായിട്ട് ഒരു മാറ്റമില്ല. പിന്നെന്താ, എന്തിനാ നബിനെ പഠിക്കുന്നത്? ശരീരം പഠിക്കാനാണെങ്കിൽ നമ്മളെ ശരീരം പഠിച്ചാൽ മതി, അതന്നെ നബിയുടെ ശരീരത്തിലുള്ളത്. അപ്പൊ നബിനെ പഠിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ പഠിക്കാനുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരാനും അള്ളാഹുവിന്റെ വഹി സന്ദേശങ്ങൾ നമുക്ക് എത്തിച്ചു തരാനുമുള്ള ഒരു മുബല്ലിഗായി അള്ളാഹു നിശ്ചയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുബല്ലിഗ്, നമ്മൾ മൗലൈക്ക് അല്ലെങ്കിൽ മുബല്ലിഗ് എന്ന് പറഞ്ഞാൽ പ്രബോധകൻ എന്നാണ്. നബി ഒരു പ്രബോധകനാണ്. കാരണം എന്താ, അള്ളാഹുവിന്റെ സന്ദേശം നമുക്ക്
ജനങ്ങൾക്ക് എത്തിച്ചിരുന്നതാണ്. ബല്ലഗ എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക എന്നാണ്. എന്താ എത്തിക്കുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവൻ, അതാണ് മുഹമ്മദ് നബി. നമുക്ക് അള്ളാഹുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അപ്പൊ എന്താ, ജിബ്രീലിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി നൽകുന്നു. അപ്പൊ അള്ളാഹുവിനും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു വാസിത്ത, ഒരു മീഡിയയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മേലെ വേറൊരാളുണ്ട്, അതാരാ? ജിബ്രീൽ. കാരണം ജിബ്രീലിലൂടെയാണ് നബിക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റസൂൽ എന്ന് പറയും. മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനാണ്. ജിബ്രീലും ദൂതനാണ്. ജിബ്രീൽ ആരെ ദൂതൻ? അള്ളാഹുവിന്റെ ദൂതൻ. അള്ളാഹു ദൂതനായി ആരിലേക്ക് അയച്ചു? മനുഷ്യന്മാരിലേക്കല്ല, നബിയിലേക്ക് അയച്ചു. അപ്പോ അള്ളാഹുവിന്റെ ദൂതനായ ജിബ്രീലിലൂടെ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനായ നബിക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്ന ആളാണ്. അതിനിടയിലുള്ള ഒരു ഇടക്കണ്ണിയാണ് ഇത്. മറ്റേ സമസ്തക്കാർ വരുന്ന ഇടയാളനല്ല. ഇടയാളൻ ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ ആരാണ്? എന്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് വംശാവലിയിൽ, കുടുംബത്തിൽ ജനിച്ചവനാണ്? എന്ത് കാര്യമാണ് നമുക്ക് എത്തിച്ചു തന്നത്? എങ്ങനെ നബിക്ക് വഹി കിട്ടി? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുരുക്കി മനസ്സിലാക്കണം. ചരിത്രം പറഞ്ഞാൽ ഒരുപാട് ചരിത്ര പുസ്തകങ്ങളുണ്ടാവും, ഒരുപാട് കഥകൾ, ചരിത്ര പുസ്തകങ്ങളുണ്ട്. അതിൽ സഹീഹായതിനേക്കാൾ ഏറെ ലൈഫായ കാര്യങ്ങളാണ് പലപ്പോഴും കണ്ടെത്താൻ കഴിയുക. അപ്പോ വളരെ സംക്ഷിപ്തമായി സഹീഹായി വിശദീകരിക്കപ്പെടുന്ന ചരിത്രം നബിയെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ സഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ക്രോഡീകരിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്തായി ചില പണ്ഡിതന്മാർ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് പണ്ടത്തെക്കാൾ ഏറെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ, അതിന്റെ വാപ്പ, വല്യാപ്പ, അങ്ങനെ പോയാൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി സ്വലാത്തു വസ്സലാമിലൂടെ ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തിച്ചേരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവാചകത്വ കണ്ണികളിലൂടെ വന്ന ഇബ്രാഹിമിന്റെ സന്താന പരമ്പരകളിൽ ജനിച്ച ആളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി പ്രവാചകത്വം കിട്ടുന്നതിന്റെ 40 വയസ്സിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്തായിരുന്നു? നബിയുടെ വിശ്വാസം എന്തായിരുന്നു? നബിയുടെ സ്വഭാവം എന്തായിരുന്നു? നബിയുടെ പെരുമാറ്റ രീതികൾ എന്താണ്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പ്രത്യേകമായ കാര്യങ്ങളും അല്ലെങ്കിൽ പ്രത്യേക സംരക്ഷണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സാധാരണ ഒരാളെ പോലെ, മക്കയിലുള്ള തമ്മാടികളെ പോലെ അങ്ങനെ ജീവിച്ചിരുന്ന ആളായിരുന്നോ? നുബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ സംരക്ഷണവും പ്രത്യേകതയും എന്താണ്? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നബിയുടെ പ്രത്യേകതയിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെ ഇങ്ങനെ കുറെ പറഞ്ഞതിനെ സംശയിക്കോടെ പറയുന്ന ഒരു കാര്യം, വലാ യലീഖു ബിൽ മുസ്ലിം അൻ യജ്ഹല റസൂൽ കൈഫ തത്തബിഉ ശഖ്സൻ വ അൻത ലാ തഅരിഫു ഹാദാ ഗൈറു മഅഖൂൽ. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് താൻ വിശ്വസിക്കേണ്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിവരമില്ലാത്തവനാകാൻ സാധിക്കുക? കൈഫ തത്തബിഉ ശഖ്സൻ വ അൻത ലാ തഅരിഫു. നീ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെ നിനക്ക് പിൻപറ്റാൻ പറ്റും? അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു കൽപ്പിച്ചെന്താ? മുഹമ്മദ് നബിയെ പിൻപറ്റണം, ഇത്തിബാഅ് ചെയ്യണം. നമ്മൾ പിൻപറ്റേണ്ടുന്ന ആൾ ആരാണ് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമല്ലേ? അപ്പോ നമ്മൾ ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാളെ എങ്ങനെയാണ് നമുക്ക് പിൻപറ്റാൻ കഴിയുക? പിൻപറ്റുക എന്ന കാര്യം, പിൻപറ്റണമെങ്കിൽ അയാളെ കുറിച്ച് മനസ്സിലാക്കണം. പിന്നെ പിൻപറ്റുക എന്നത് ശരിയാകണമെങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോഴേ ശരിയായ പിൻപറ്റലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പിൻപറ്റേണ്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ എങ്ങനെ സാധിക്കും? ആദാ ഗൈറു മഅഖൂൽ. ഇത് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മൾ പഠിക്കാത്ത, മനസ്സിലാക്കാത്ത ഒരാളെ പിൻപറ്റുക എന്നത് ഗൈറു മഅഖൂലാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാകുന്നു. മൂന്നാമത്തെ കാര്യം മഅരിഫത്തു ദീനിൽ ഇസ്ലാം. ഇസ്ലാം ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. അത് പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദീനാണ് ഇസ്ലാം. പ്രവാചകന്മാരുടെ മുഴുവൻ ആളുകളുടെയും മതവും പൊതുവായി പറഞ്ഞാൽ ഇസ്ലാം തന്നെയാണ്. ഓരോ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത അനുയായികളൊക്കെ ആരാണ്? അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്, അള്ളാഹുവിനെ അനുസരിച്ചവരാണ്, ആ പ്രവാചകൻ അംഗീകരിച്ചവരാണ്. അവരുടെ എല്ലാ മതവും ഇസ്ലാമായിരുന്നു. അപ്പൊ ആ പ്രവാചകന്റെ അനുയായികളും മുസ്ലിങ്ങൾ തന്നെയാണ് മൊത്തത്തിൽ. അപ്പൊ അത് മാത്രം പറഞ്ഞു നിർത്തിയാൽ വേറെ സംശയം ഉണ്ടാവും. അപ്പോൾ ഈസാ നബിയിൽ വിശ്വസിച്ച ക്രിസ്ത്യാനികളും മൂസാ നബിയിൽ വിശ്വസിച്ച ജൂതന്മാരും അവരും ഒക്കെ മുസ്ലിങ്ങളല്ലേ? അപ്പൊ അവരെ നമുക്ക് മുസ്ലിങ്ങളെ അംഗീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് പൊതുവായി പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരുടെയും മതം ഇസ്ലാമായിരുന്നു, അവരും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതോടുകൂടി എന്തായി തീർന്നു? മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല. കാരണം എന്താ? മറ്റ് പ്രവാചകന്മാരെ അയച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു.
ആ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അപ്പൊ മുഹമ്മദ് നബിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ഞങ്ങളുടെ ആളുകളിലേക്ക് അയക്കപ്പെട്ട മൂസയിലോ ഈസയിലോ അലൈഹിമുസ്സലാം അവരിലെ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ മൂസാ നബിയെയും ഈസാ നബിയെയും നിഷേധിച്ചവൻ തന്നെയായി. കാരണം വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ നിഷേധിച്ചു എന്ന് അവരുടെ കാലഘട്ടത്തിലെ പ്രവാചകരെ നിഷേധിച്ച ആളുകളെ കുറിച്ച് അതിന്റെ മുമ്പ് വന്ന പ്രവാചകന്മാരെയും നിഷേധിച്ചു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ പറഞ്ഞു കാണാം, തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ അവിശ്വസിച്ചവൻ അതിന്റെ മുമ്പുള്ള പ്രവാചകന്മാരെയും അവിശ്വസിച്ച എല്ലാ പ്രവാചകന്മാരെയും അവിശ്വസിച്ചവനാണ്. അപ്പൊ മുഹമ്മദ് നബിയെ നിഷേധിച്ച ഒരുത്തൻ അവൻ യഥാർത്ഥത്തിൽ മൂസാ നബിയെയും ഈസാ നബിയെയും ഒക്കെ നിഷേധിച്ചവനാണ്. ഏത്? മുഹമ്മദ് നബിന്റെ കാലഘട്ടത്തിന് ശേഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കാരണം മുഹമ്മദ് നബിക്ക് ശേഷം ജീവിക്കുന്ന ഒരുത്തന്റെ ബാധ്യതയാണ് അവൻ മുമ്പുള്ള പ്രവാചകനിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുഹമ്മദ് നബി വന്നതോടുകൂടി അവൻ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ ബാധ്യസ്ഥനായി തീർന്നു. അപ്പൊ അതുകൊണ്ട് മുമ്പ് മരിച്ചുപോയ ആളുകൾ, ആ പ്രവാചകന്മാരെ വിശ്വസിച്ച ആളുകൾ, അവർ മുസ്ലിങ്ങളാണ്, അവരുടെ മതവും ഇസ്ലാമായിരുന്നു. മുഹമ്മദ് നബി വന്നതോടുകൂടി മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവനെ മുസ്ലിം ആവുകയുള്ളൂ. ഇവിടെ ഷെയ്ഖ് പറയാൻ, ഇസ്ലാം എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മുഹമ്മദ് നബിയിലും മുഹമ്മദ് നബിന്റെ അനുയായികളിലും പരിമിതമായി തീർന്നു. അതുകൊണ്ട് തന്നെ ഒരു ജൂതൻ ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതോ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. എപ്പോഴും അവൻ മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ടതിനു ശേഷം ജീവിക്കുന്നവനാണെങ്കിൽ അവൻ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബിയെ പിൻപറ്റുകയും ചെയ്യണം. അതിന് തെളിവായി ഇവിടെ കൊടുക്കുന്ന സൂറത്ത് ആല ഇംറാനിലെ 31-ാമത്തെ ആയത്താണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ വത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആയത്താണ്. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ആരാ പറയണത്? മുഹമ്മദ് നബിയോട് അള്ളാഹു പറയാണ്, മുഹമ്മദേ നീ ജനങ്ങളോട് പറയണം, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആരെ പിൻപറ്റണം? മുഹമ്മദ് നബിയെ പിൻപറ്റണം. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ മുഹമ്മദ് നബിയെ പിൻപറ്റിയവനെ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുകയുള്ളൂ. ഈ ആയത്ത് വെച്ചിട്ടാണ് ഇവിടെ ശൈഖ് പറയുന്നത്, നിങ്ങൾ എന്നെ പിൻപറ്റുക. അപ്പൊ മുഹമ്മദ് നബിയെ പിൻപറ്റാത്ത ഒരുത്തൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നില്ല, അവൻ അള്ളാഹുവിന്റെ ഇഷ്ടവും ലഭിക്കുകയില്ല. അപ്പൊ മുഹമ്മദ് നബി വന്നതിന് ശേഷം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ അംഗീകരിക്കുക എന്നതാണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ബിൽ അതില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ തഖ്ലീദ്, അന്ധമായ അനുകരണം, ഒരാൾ ചെയ്യുന്നു അയാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ പറയുന്നു, അല്ലെങ്കിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടന പറയുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാപനം പറയുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്നു, അല്ലെങ്കിൽ ഒരു മൗലവി പറയുന്നു, അല്ലെങ്കിൽ ഒരു ശൈഖ് പറയുന്നു എന്നതുകൊണ്ടല്ല. ആര് പറഞ്ഞാലും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള തെളിവുകളുണ്ടോ എന്ന് പരിശോധിച്ച് തഖ്ലീദ് കൊണ്ടല്ലാതെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. ഹാദാ ഹുവൽ ഇൽമു, അതാകുന്നു അറിവ്. ഏത്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക എന്നതിനാണ് ഇൽമ് എന്ന് പറയുന്നത്. എന്നിവിടെ ഇബ്നുൽ ഖയ്യിമിന്റെ 1-2 വരി പദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു ഖാല സ്വഹാബത്തുഹും ഉലുൽ ഇർഫാനി. ഇത് ഇബ്നുൽ ഖയ്യിമിന്റെ മാത്രം വാചകമല്ല, മുമ്പേ പണ്ഡിതന്മാർ പറയുന്നതാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഏതെങ്കിലും കിതാബിൽ എഴുതി വെച്ചതോ ആരെങ്കിലും പറഞ്ഞതോ അല്ല. ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞത്, അതാണ് മോള് പറഞ്ഞത് ഖുർആൻ. രണ്ടാമത്തത് ഖാല റസൂലുഹു, അതാണ് സുന്നത്ത്. അള്ളാഹു പറഞ്ഞതും റസൂല് പറഞ്ഞതും, അതായത് ഖുർആനും സുന്നത്തും. പിന്നെ ഖാല സ്വഹാബത്തു, സ്വഹാബികൾ പറഞ്ഞതും, ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞത് എന്നല്ല. ഖാല സ്വഹാബത്തു, സഹാബികൾ പറഞ്ഞത്. അപ്പൊ ഖുർആനും സുന്നത്തും അതിന്റെ അടിസ്ഥാനത്തിൽ സഹാബികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. ഇതിവിടെ ഖൗലുള്ള, ഖൗലുർ റസൂൽ, അഖ്വാലു സഹാബ, ഇങ്ങനെ പല രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സഹാബികൾ പറഞ്ഞത് കൂടി മനസ്സിലാക്കണം, അതും ഇൽമാണ് എന്ന് പറയാൻ കാരണം അവർ നബിയിൽ നിന്ന് പഠിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരുടെ ഉസ്താദ്. നബിയെ ആര് പഠിപ്പിച്ചു? ജിബ്രീൽ പഠിപ്പിച്ചു. ജിബ്രീൽ ആര് പറഞ്ഞു കൊടുത്തു? അള്ളാഹു പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഖുർആനും സുന്നത്തുമാകുന്ന വഹീകളെ നേരിട്ട് നബിയിൽ നിന്ന് കേട്ടുപഠിച്ച് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി ബോധ്യപ്പെടുത്തി, പിന്നെ വിശദീകരണങ്ങൾ പഠിപ്പിച്ച്, അങ്ങനെ നബിയുടെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഹും ഉലുൽ ഇർഫാൻ, അവരാകുന്നു ഇർഫാനുള്ളവർ, അറിവുള്ളവർ സഹാബത്താൻ. ആ സഹാബികളുടെ അഖ്വാലുകൾ, ഇതാണ് ഇൽമ് എന്ന് പറയുന്നത്. മൽ ഇൽമു നസ്ബുക ലിൽ ഖിലാഫി സഫാഹതൻ ബൈനർ റസൂലി വ ബൈനർ റഈ ഫുലാനി. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇനി എന്തല്ല,
അജ്ഞതയുടെ അടിസ്ഥാനത്തിൽ മുകളിൽ പറഞ്ഞതിന് വിരുദ്ധമായി നബിയുടെയും റസൂലിന്റെയും ഇടയിൽ നിന്നെ കൊണ്ടുപോയി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വേറെ ഒരു ഫുലാനിന്റെ അഭിപ്രായത്തിന്റെയും ഇടയിൽ. ഇപ്പൊ സാധാരണ നമ്മള് തർക്കമുണ്ടാകുക എന്താ, അള്ള പറഞ്ഞു റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയൂ അന്ന ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഖത്തീബ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ ആൾ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയും. അപ്പൊ ഇവിടെ റസൂലിന്റെ വാക്ക് അവിടെ ഉണ്ട്, അള്ളാഹുവിന്റെ വാക്ക് അവിടെ ഉണ്ട്. ഇത് രണ്ടും ഉള്ളിടത്ത് പിന്നെ ഒരു മൗലവിന്റെയും വർത്താനത്തിന് ഒരു പ്രസക്തിയില്ല. ഏത് ഷെയ്ഖ് പറഞ്ഞാലും ശരി. അപ്പൊ ഒരാളുടെ അഭിപ്രായത്തിന്റെയും റസൂലിന്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നു, നിന്നെ കൊണ്ടുപോയി നീ പ്രതിഷ്ഠിക്കുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ വാക്കുണ്ട്, പിന്നെ അതിന്റെ അപ്പുറത്തുള്ള വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ, സുന്നത്ത്, സഹാബികളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഏകകണ്ഠമായ അഭിപ്രായങ്ങൾ, വാക്കുകൾ, അതാണ് ഇൽമ് എന്ന് പറയുന്നത് എന്നിവിടെ ശൈഖ് പ്രത്യേകം പറയാണ്. അപ്പൊ പിന്നെ പണ്ഡിതന്മാരില്ലേ, അപ്പൊ പണ്ഡിതന്മാരെന്ത് ചെയ്യും? അമ്മ അഖ്വാലുൽ ഉലമ, പണ്ഡിതന്മാരുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഫഹിയ തസ്റഹു വ തുവല്ലിഹു ഫഖദ് കലാം അല്ലാഹി വ കലാം റസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കലാമിനെ ശർഹ് ചെയ്യുക, വിശദീകരിക്കുക, ആളുകൾക്ക് മനസ്സിലാകാത്ത വല്ല കാര്യങ്ങളുടെ അത് തൗലീഹ് വ്യക്തമാക്കി കൊടുക്കുക എന്നതാണ് പണ്ഡിതന്മാരുടെ വാക്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പണ്ഡിതന്മാര് അവരുടെ അഭിപ്രായം അനുസരിച്ച് തെളിവില്ലാതെ എന്ത് കാര്യം പറഞ്ഞാലും അത് ദീനല്ല. പണ്ഡിതന്മാരുടെ പണി എന്താണ്? ഖുർആനിനെയും സുന്നത്തിനെയും വിശദീകരിക്കുകയും ആളുകൾക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. എന്നൊരു ശൈഖ് പറയാൻ വഖദ് യകൂനു ഫീഹാ ഔ ഫീ ബഅലിഹാ ഖത, പണ്ഡിതന്മാരുടെ വാക്കുകളിൽ പിഴവുണ്ടാകാം. ചിലപ്പോ അവരുടെ ചില വാക്കുകളിൽ പിഴവുണ്ടാകാം, ചിലപ്പോ വാക്ക് തന്നെ ഒന്നായിട്ട് പിഴവാകാം, അല്ലെങ്കിൽ വാക്കുകളിൽ പിഴവുണ്ടാകാം. വൽ അദില്ലതു ലൈസത്ത് കലാമൽ ഉലമാ, ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ആളുകൾ പറയുന്നത് ഈ ശൈഖ് പറഞ്ഞത് മറ്റേ ശൈഖ് പറഞ്ഞത്. ചില ആൾക്കാർ ചില ശൈഖിന്റെ ആളായിരിക്കും. അപ്പോ ഒരു ശൈഖിന്റെ അംഗീകരിക്കുന്നവൻ വേറൊരു ശൈഖ് പറഞ്ഞത് അംഗീകരിക്കില്ല. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഗ്രൂപ്പീസ് ഉള്ളത്. മൊത്തത്തിൽ ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ സലഫികൾക്കിടയിലും എന്തുണ്ട്? ചില ശൈഖും ചില മുരീദുമാരും. അത് ശൈഖുമാരെ അതിന്റെ കുറ്റക്കാരല്ല, ആളുകളാക്കുകയാണ് ഞങ്ങളെ ശൈഖാണ് ശരി, മറ്റുള്ള ശൈഖ്, എന്നിട്ട് അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയും വിമർശനങ്ങളും അങ്ങോട്ടാക്കലും ഇങ്ങോട്ടാക്കലും. ഇപ്പൊ ഇവിടെ ശൈഖ് സാലിഹ് അൽ ഫൗസാൻ എന്താ പറയുന്നത്? അൽ അദില്ലത്തു ലൈസത്ത് കലാമൽ ഉലമാ, തെളിവുകൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ വാക്കല്ല, പണ്ഡിതന്മാരുടെ വാക്ക് തെളിവല്ല. തെളിവെന്താണ്? അത് നേരത്തെ പറഞ്ഞു, ഖുർആൻ, സുന്നത്ത്, അഖ്വാലു സഹാബ, അതാണ് തെളിവ്. പിന്നെ പണ്ഡിതന്മാരുടെ പണിയോ? അത് നേരത്തെ പറഞ്ഞു, തശ്റഹ് വ തുവല്ലിഹ്, ശർഹ് ചെയ്യുക, വിശദീകരിക്കുക, വ്യക്തമാക്കുക. അപ്പൊ ഏത് ശൈഖ് പറഞ്ഞാലും, ഏത് മൗലവി പറഞ്ഞാലും, ഏത് സംഘടന പറഞ്ഞാലും, ഏത് സംഘടന പ്രസിഡന്റോ സെക്രട്ടറി എക്സിക്യൂട്ടീവ് ഒന്നായിട്ടോ പണ്ഡിത സംഘടന മൊത്തത്തിലോ ഈ ആര് പറഞ്ഞാലും ശരി, അതൊന്നും ദീനിൽ തെളിവല്ല. ഓല് പറഞ്ഞത് അംഗീകരിക്കാം. അതെന്താ? ഇന്നമൽ അദില്ലത്തു ഹിയൽ ആയാത്തുൽ ഖുർആനിയ്യ വൽ അഹാദീസുൻ നബവിയ്യ, തെളിവ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആയത്തുകളും നബിയുടെ ഹദീസുകളുമാകുന്നു. അമ്മ കലാമുൽ ഉലമാഇ ഫഹുവ ശാരിഹുൻ വ മുവല്ലിഹുൻ വ മുബയ്യിനുൻ ലിദാലിക ലാ അന്നഹു ദലീലുൻ ഫീ നഫ്സി. പണ്ഡിതന്മാരുടെ വാക്ക് എന്ന് പറഞ്ഞാൽ അത് ശർഹ് ചെയ്ത് വിശദീകരിക്കുന്നതും വ്യക്തമാക്കുന്നതും വിവരിച്ചു കൊടുക്കുന്നതുമാകുന്നു. അതിനാൽ ഇതിനെ ഖുർആനിനെയും സുന്നത്തിനെയും ലാ അന്നഹു ദലീലുൻ ഫീ നഫ്സിഹി, പണ്ഡിതന്മാരുടെ വാക്കുകൾ അത് സ്വയം തെളിവേ അല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കാൻ, ആര് പറഞ്ഞാലും ശരി, ഞാൻ പറഞ്ഞാലും ശരി, വേറൊരാൾ പറഞ്ഞാലും ശരി, ഇനി കുറച്ചും കൂടി വലിയൊരാൾ പറഞ്ഞാലും, കുറച്ചും കൂടി വലിയ താലിബിൽ പറഞ്ഞാലും, ഇനി വലിയൊരു ആലിം പറഞ്ഞാലും, ഷെയ്ഖ് പറഞ്ഞാലും പരിശോധിക്കണം എന്ത് അദ്ദേഹം പറഞ്ഞ തെളിവെന്താ. തെളിവുണ്ടോ അംഗീകരിക്കാം, അതല്ലാതെ തെളിവില്ലാതെ ഏതൊരാൾ എന്തു പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മൾ ചില ഫത്വകളൊക്കെ പരിശോധിച്ചാൽ ഇവിടെ തന്നെ ഷെയ്ഖ് പറഞ്ഞല്ലോ, ഖദ് യകൂനു ഫീഹാ ഔ ഫീ ബഅലിഹാ ഖത, പണ്ഡിതന്മാരുടെ വാക്കിൽ തന്നെ പിഴവുണ്ടാവും, അല്ലെങ്കിൽ അതിൽ ചിലരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ ചില സംസാരങ്ങളിൽ പിഴവുണ്ടാവും. അപ്പൊ പിഴവ് ആർക്കും പറ്റും. പിഴവ് പറ്റാത്തവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്കൊക്കെ പിഴവ് പറ്റാം. അപ്പൊ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരാ പിഴവ് പറ്റിയ വിഷയത്തിൽ അവരെ ഒഴിവാക്കുക. ഗുരുതരമായ പിഴവല്ലെങ്കിൽ, ഗുരുതരമായ പിഴവാണെങ്കിൽ അത്ര ആൾക്കാർ പിന്നാലെ പോകണ്ട. ബാക്കിയല്ലാത്ത സാധാരണക്കുള്ള പിഴവുകൾ ആർക്കും പറ്റാം. അതുകൊണ്ടാണല്ലോ ഇമാമിന്റെ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്, പല ഗ്രന്ഥങ്ങളിലും പല രീതികളിൽ പറഞ്ഞത് കാണാം. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരായി കണ്ടാൽ ഞങ്ങളുടെ വാക്കുകളെ നിങ്ങൾ എറിഞ്ഞേക്കുക എന്നാണ്. ചുമരമിലേക്ക് വലിച്ചെറിഞ്ഞാളിൽ അത് പിന്നെ എടുക്കണ്ട. കാരണം എന്താ? ഞങ്ങൾ മനസ്സിലാക്കിയതിന് എതിരാണ് നബിന്റെ ഹദീസെങ്കിൽ ഞങ്ങളെ വാക്കല്ല എടുക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞ വിട്ടാളി. പിന്നെ ഞങ്ങൾ ഷാഫിന്റെ ആളാണ്, ഹനഫിന്റെ ആളാണ്, ഹംബലിന്റെ ആളാണ്, മാലിക്കിന്റെ ആളാണ്, റഹിമഹുള്ള അവരുടെ ആളാണെന്ന് പറഞ്ഞ് നടക്കണ്ട. അപ്പൊ ഈ ഇമാമിങ്ങളുടെ
വാക്കിന്റെ അടുത്തെത്തുവോ? മൗലൈമാരുടെ വാക്ക്, മുസ്ലിയാക്കന്മാരുടെ വാക്ക് ഇല്ല. അപ്പോ വളരെ വലിയ മഹാന്മാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ജീവിതം ഇൽമിനും ദീനും വേണ്ടി ചെലവഴിച്ചവരുമായ മഹാന്മാരായ ഇമാമിങ്ങൾ പോലും തെളിവിനെതിരായി ഞങ്ങളെ വാക്ക് കണ്ടാൽ ഞങ്ങളെ വാക്ക് വലിച്ചെറിയണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മൗലൈമാരുടെ പിന്നാലെ അല്ലെങ്കിൽ ശൈഖന്മാരുടെ പിന്നാലെ പോകുന്നത്? ശൈഖന്മാരെ പിന്നാലെ പോകാനാൽ തെളിവില്ലാത്തതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ശൈഖന്മാർ വേണ്ടതല്ല, അവരുടെ പണിയെ നമ്മൾ നേരത്തെ പറഞ്ഞു. അവർ വിശദീകരിച്ചെടുക്കുന്നു, പഠിപ്പിച്ചെടുക്കുന്നു, ആവശ്യമാണ്. പക്ഷേ തെളിവുണ്ടോ അല്ലേ നോക്കണം. അപ്പൊ ചില ഫത്വ പരിശോധിച്ചാൽ ലാബസ് ലാ ജുനാഹ് എന്ന് കാണാം, കുഴപ്പമില്ല, തകരാറില്ല. പിന്നെ താഴെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ പരിശോധിക്കണം. എന്ത് ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കുഴപ്പമില്ല? അതിനെന്താ തെളിവ്? തെളിവുണ്ടോ? നമുക്ക് ശരി അംഗീകരിക്കാം. തെളിവില്ലേ? തെളിവില്ലാതെയാണ് പറഞ്ഞതെങ്കിൽ അതിനെ വിട്ടേക്കുക. കാരണം ദീൻ അതാണ്, തെളിവുള്ളത് അംഗീകരിക്കുക. അതുകൊണ്ടാണ് നേരത്തെ അവിടെ ബിൽ അതില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ പണ്ഡിതന്മാർ, ശരിയായ ദീനീ ബോധമുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ വെറുതെ പറയില്ല, അവർ തെളിവിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ. ഇനി ആർക്കെങ്കിലും അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ഇതാണ്, അതായത് അള്ളാഹുവിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ദീനിനെ കുറിച്ചും തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്ന അറിവാണ് ഒന്നാമത്തെ വിഷയം. അതാണ് അടിത്തറ. കാരണം ദീൻ അടിത്തറ എന്താ? അള്ളാഹു പഠിപ്പിച്ച അള്ളാന്റെ മതം, ആ ദീൻ. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് അസാസ്, അടിത്തറ. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ അടിത്തറ കൊണ്ടാകുന്നു അദ്ദേഹത്തിന്റെ സംസാരം ആദ്യമായി തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇൽമ് എന്ന് പറഞ്ഞിട്ട് ആ ഇൽമ് ഇതാകുന്നു എന്ന് പറഞ്ഞു. കാരണം അത് അടിത്തറയാണ്. ഈ അടിത്തറയെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അത് പഠിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുകയും ചെയ്യുക എന്നതാകുന്നു ദീനിന്റെ അടിസ്ഥാനം. ഇതാണ് ഒരു മുസ്ലിം തന്റെ അടിസ്ഥാനമായും സ്വീകരിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പൊ എന്താണ് ഇൽമു എന്ന് പറഞ്ഞു? ഖാദലായ മൂന്ന് സംഗതികൾ, അത് മനസ്സിലാക്കലാണ് ഇൽമു തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മൾ ഈ നിലക്ക് ഈ പറഞ്ഞ അടിസ്ഥാനം തൊട്ട് തുടങ്ങുന്നുണ്ടോ? അള്ളാഹുവിനെ, റസൂലിനെ, അള്ളാഹുവിന്റെ ദീനിനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക. അങ്ങനെ പഠനം നമ്മൾ നടത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ല അങ്ങനെ കേട്ടുപോവുകയാണോ? കുറെ ജനിച്ചൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ മദ്രസയെ കൊണ്ടുപോയി ചേർത്തിയത് മുതൽ എത്ര വയസ്സായോ അത്രയും കാലം നമ്മൾ കേട്ടുകൊടുക്കുന്നതാണ്. പക്ഷെ ആ കേട്ടിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ പഠനം യഥാർത്ഥ പഠനമായിട്ടില്ല. കാരണം അത് കാറ്റും കോളും വരുമ്പോൾ ഒലിച്ചു. തെളിവില്ലാത്ത സാധനം. തെളിവുണ്ടോ അതവിടെ ഉറച്ചു ഇളകൂല, ആർക്കും നമ്മളെ തകർക്കാനും കഴിയില്ല. ഇനി ഈ ഇൽമ് നേടുക, അതായത് അള്ളാഹുവിനെയും റസൂലിനെയും ദീനും മനസ്സിലാക്കിയാൽ പിന്നെ ചെയ്യേണ്ട പണി എന്താ? അടുത്ത കാര്യം അൽ അമലു ബിഹി, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അപ്പൊ പഠനം കൊണ്ട് അവസാനിക്കുന്നില്ല. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി പഠിച്ചത് പ്രവർത്തിക്കുക. അപ്പൊ അറിവിലാണ് തുടങ്ങേണ്ടത്, പിന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. പ്രവർത്തനമില്ലാതെ വെറും ഇൽമുണ്ടായി എന്നതുകൊണ്ട് ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല അത് അവനെതിരായ തെളിവായി തീരും പരലോകത്ത്. ഒരാൾ പഠിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിച്ചില്ല. അപ്പൊ ഈ പഠിച്ച അറിവ് ഇവൻ അനുകൂലമാണോ അല്ല എതിരാണ്? എതിരാണ്. കാരണം എന്താ? പഠിച്ചത് പ്രവർത്തിച്ചില്ല. അപ്പൊ പ്രവർത്തിക്കാതെ പിന്നെന്തിനാ ഇൽമ്? ആവശ്യമല്ല. ഇത് വെറുതെ തലയെ കയറ്റിക്കാനുള്ള സാധനമല്ല. ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. പഠിച്ചവൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഹുവ ഹുജ്ജത്തുൻ അലൽ ഇൻസാൻ, അത് മനുഷ്യനെതിരായ തെളിവായി മാറും നാളെ പരലോകത്ത്. അപ്പൊ ഇൽമ് എന്നത് ഉപകാരപ്പെടണമെങ്കിൽ അത് പ്രാവർത്തികമാക്കണം, ഇല്ലെങ്കിൽ ആ ഇൽമ് ഉപകാരപ്രദമല്ല. ഇനി ഒരാൾ മൻ അലിമ വലം യഅമൽ, ഒരുത്തൻ മനസ്സിലാക്കി അവൻ പ്രവർത്തിച്ചില്ല, ഫഹാദാ മഗ്ലൂബുൻ അലൈഹി, നേരത്തെ പറഞ്ഞതന്നെ, അവന്റെ മേൽ അവൻ കോപത്തിന് വിധേയമായവനാണ്. ലിയന്നഹു അറഫൽ ഹഖ വതറകഹു അലാ ബസീറ, കാരണം അവൻ ഹഖ് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ ഇൽമനുസരിച്ചുള്ള ഉൾക്കാഴ്ച ഉള്ളതോടൊപ്പം തന്നെ ആ മനസ്സിലാക്കിയ കാര്യത്തെ അവൻ അവഗണിച്ചു തള്ളുകയും. എന്നൊരു കവിത കൊടുക്കുന്നുണ്ട് ഇവിടെ. വആലിമുൻ ബിഇൽമിഹി ലം യഅമലൻ മുഅസ്സബുൻ മിൻ ഖബ്ലി ഉബ്ബാദിൽ വതൻ, ഇൽമനുസരിച്ച് മനസ്സിലാക്കുകയും പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്ത ഒരാൾ, അയാൾ വിഗ്രഹത്തെ ആരാധിച്ചവർ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ശിക്ഷിക്കപ്പെടും. ഇൽമുണ്ട്, ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അയാൾ വിഗ്രഹാരാധകർ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മുഅസ്സബുൻ, അവൻ ശിക്ഷിക്കപ്പെടുന്നവരാകുന്നു. ആര് പറഞ്ഞു ഇവിടെ കൊടുത്തിട്ടില്ല, ഞാൻ പരിശോധിച്ചിട്ടുമില്ല. ഏതായാലും ആശയം ശരിയായത് കൊണ്ടാണല്ലോ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പദ്യത്തിൽ പറഞ്ഞ ആശയത്തെ ഹദീദ് കൊണ്ട് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന മിൻ അവ്വലി മൻ തുസഅറു ബിഹിമുൻ നാർ യൗമൽ ഖിയാമ ആലിമുൻ ലം യഅമൽ ബിഇൽമിഹി.
ആദ്യമായി ഖിയാമത്ത് നാളിൽ നരകത്തിലെ തീ തുസഅർ കത്തിജ്വലിപ്പിക്കപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ്? ആലിമുൻ ലം യഅമൽ ബിഇൽമിഹി, പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാത്ത ഒരു ആലിം, ഒരു മൗലവി, ഒരു മുസ്ലിയാർ എന്തും പറയാ. അപ്പോ ഇൽമുണ്ട്, പക്ഷെ ഇൽമനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല, അവന് വേണ്ടിയാണ്. ഇവരെ കൊണ്ടാണ് ആദ്യം നരകം കത്തിക്കപ്പെടുന്നത്. അപ്പോ ഇൽമിനോട് ചേർത്ത് പറയപ്പെടുകയും നമ്മൾ സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് അമൽ. ഇൽമ് അമൽ, അറിവ്, പ്രവർത്തി. പ്രവർത്തനം എന്ന് പറയുന്നത് അറിവിന്റെ ഫലമാണ്. അപ്പൊ നമുക്ക് ഇൽമുണ്ട്, പക്ഷെ പ്രവർത്തിയില്ലെങ്കിൽ ഒരു കായ്ക്കാത്ത മരം പോലെയാണ്. ഒരാളൊരു മരം പോലെ ഇങ്ങനെ വലുതായി ഇലയും കായൊക്കെ ഉണ്ട്, ഇലയും പൂവൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് കായ കിട്ടുന്നില്ല, ഫലം കിട്ടുന്നില്ല. അതുപോലെയാണ് അമൽ ചെയ്യാത്ത ഒരാൾ. അപ്പൊ നമ്മുടെ അമൽ എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത് ഇൽമിന്റെ ഫലമാകുന്നു. അപ്പൊ ഒരു ഫലമുള്ള വിശ്വാസിയാകണമെങ്കിൽ അമലുള്ള ആലിമായിരിക്കണം, വിശ്വാസിയാകണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പ്രവാചകനിലൂടെ അവതരിപ്പിച്ചന്നത് തന്നെ എന്തിനാ? പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവർത്തിക്കുക എന്നൊരു ആവശ്യമില്ലെങ്കിൽ പിന്നെ ഇൽമിന് ആവശ്യമുണ്ടോ? ഇല്ല. കമാ അന്നൽ അമല ബിദൂനി ഇൽമി. ഇനി ഇതിന്റെ ഒരു മറുവശം. ആദ്യം പറഞ്ഞെന്താ? പഠിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി പഠിക്കാതെ പ്രവർത്തിക്കുക, അത് പറ്റുമോ? അതും ശരിയല്ല. യകൂനു വബാലൻ വദലാലൻ അലാ സാഹിബിഹി. അങ്ങനെ ഒരുത്തൻ പോയാൽ, ഇൽമില്ലാതെയാണ് ഒരാൾ പ്രവർത്തിയുണ്ട്, പക്ഷെ ഇൽമില്ല. പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ഇൽമല്ല എങ്കിൽ ആ ചെയ്യുന്ന പ്രവർത്തനം അവന് തന്നെ നാശവും അവന് തന്നെ വഴികേടുമായി മാറും. إذا كان الإنسان يعمل بدون علم فإن عمله وبال وتعب على صاحبه قال صلى الله عليه وسلم من عمل عملا ليس عليه أمرنا فهو رد. ആരെങ്കിലും വല്ല പ്രവൃത്തിയും നമ്മുടെ കൽപ്പനയില്ലാതെ പ്രവർത്തിച്ചാൽ, കൽപ്പനയില്ലാത്ത പ്രവൃത്തി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അവൻ തള്ളപ്പെടേണ്ടതാണ്. അവനെയും അവന്റെ അമലും രണ്ടും മർദൂദാണ് അർത്ഥം. കാരണം ഇൽമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് ഈ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നതിനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഒരു കൂട്ടർക്ക് കോപമുണ്ടായി, മറ്റൊരു കൂട്ടര് പിഴച്ചവരായി തീർന്നു. ഒന്ന് അറിവിനെതിരായി പ്രവർത്തിച്ചവർ, മറ്റത് അറിവില്ലാതെ പ്രവർത്തിച്ചവർ. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ, വിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ അധ്യായം എന്ന് പറയുന്ന സൂറത്തിൽ, അല്ലെങ്കിൽ ഖുർആനിന്റെ കാതൽ, അതിന്റെ പേരെന്നാണല്ലോ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ കേന്ദ്രം എന്നാണ്. അപ്പൊ ഖുർആനിൽ 113 സൂറത്തുകളിൽ മൊത്തമായി പറയപ്പെട്ട വിശദമായി പറയപ്പെട്ട കാര്യങ്ങൾ ഈ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഉമ്മുൽ ഖുർആൻ അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസി ദിവസവും നമസ്കാരത്തിന്റെ ഓരോ റക്അത്തിലും ചെല്ലൽ നിർബന്ധമായി പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളെ വഴിപിഴച്ചവരെന്നും, രണ്ടാമത്തെ കൂട്ടരാരാ? അറിവുണ്ട് എന്നാൽ പ്രവർത്തിക്കുന്നില്ല, അവർ കോപത്തിന് വിധേയമായവരെന്നും അല്ലാഹു ഈ രണ്ടു കൂട്ടരെയും പേരിട്ടിരിക്കുന്നു. ഈ ആയത്തിൽ പറഞ്ഞ ഇക്കാര്യം, ഈ ലാലും മഗ്ലൂബും, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഉണരണം. കാരണം ഇത് മുഹിമ്മുൻ ജിദ്ദ, വളരെ സുപ്രധാനമായ ഒരു കാര്യമാകുന്നു. അപ്പൊ ഇൽമ്, അമൽ. മൂന്നാമത്തെ കാര്യം, ഏത് മൂന്നാമത്തെ കാര്യം? ഓരോ ആളും നിർബന്ധമായി മനസ്സിലാക്കേണ്ടുന്ന 4 മസലകളുണ്ട്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഇൽമ്. ആ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, എന്തിനെ കുറിച്ചാണ് ഇൽമ് ഉണ്ടാകേണ്ടത്? ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വിശദീകരിച്ചു. പിന്നെ ഇൽമുള്ളവൻ പ്രവർത്തിക്കണം. ഇൽമനുസരിച്ച് പ്രവർത്തിയും കഴിഞ്ഞാൽ അവിടെയും തീർന്നില്ല. അടുത്തത് എന്താ? അദ്ദഅവതു ഇലൈഹി, മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാര്യത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നതാണ്. ദഅവത്ത് നടത്തണം. അപ്പോ അറിവ് നേടിയാലും പ്രവർത്തിച്ചാലും പോരാ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി, നബി നമ്മെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. നബി ചെയ്ത ദൗത്യമെന്തോ ആ ദഅവത്ത് എല്ലാ മുസ്ലിങ്ങളും പഠിച്ച് പ്രവർത്തിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ദീനിലേക്കും താൻ പഠിച്ച ഇൽമിലേക്കും ക്ഷണിക്കുക എന്ന് പറയുന്നത് അത് അവനും മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യുന്നതാകുന്നു. നമുക്കുള്ള ഉപകാരം എന്താ? നമ്മളത് നടപ്പിലാക്കിയാൽ നമുക്കതിന് കൂലിട്ടും, മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുത്താൽ അവർക്കതുകൊണ്ട് ഉപകാരം കിട്ടും, അതിന്റെ കൂലി നമുക്ക് കിട്ടും, അവർക്കും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഇൽമ് എന്ന് പറയുന്നത് അത് അമാനത്താണ്. എന്താ അമാനത്ത്? അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. ആ അമാനത്ത് എന്ന് പറയുന്നത് നീ സൂക്ഷിച്ച് സംഭരിച്ചു വെക്കുകയും
ജനങ്ങൾക്ക് കൊടുക്കാതെ തടഞ്ഞു വെക്കുകയും ചെയ്യേണ്ട സംഗതിയല്ല എന്നാണ് ശൈഖ് പറഞ്ഞത്. തഖ്തസിനു, നീ ഖജനാവിൽ വെച്ച് പത്തായത്തിൽ വെച്ച് പൂട്ടേണ്ട, എന്റെ മനസ്സിൽ വെച്ച് പൂട്ടേണ്ട, സൂക്ഷിക്കേണ്ട സംഗതിയല്ല. അങ്ങനെ സൂക്ഷിച്ചാൽ എന്താ, വേറെ ആളുകൾ കിട്ടൂല. നമുക്കെങ്ങനെ ഇൽമ കിട്ടി? നമ്മളെ മുമ്പുള്ള ആളുകൾ പഠിച്ചതുകൊണ്ട്. അവർക്ക് എവിടുന്ന് കിട്ടി? അതിന്റെ മുമ്പുള്ളവരിന്ന് പഠിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എത്തുന്നു. അപ്പൊ ആ ഇൽമ കൈമാറി നമുക്ക് കിട്ടി. നമുക്ക് കിട്ടിയത് കിട്ടുന്നതനുസരിച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ജനങ്ങൾ ആ ഇൽമിന് ആവശ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ദഅവത്ത് നടത്തുക, തബ്ലീഗ് നടത്തുക, വിശദീകരിച്ചു കൊടുക്കുക, ജനങ്ങളെ ക്ഷണിക്കുക ഈ ദീനിന്റെ ഖൈറിലേക്ക് എന്നുള്ളത് നിർബന്ധമായ കാര്യമാകുന്നു. അപ്പോൾ ശൈഖ് പറഞ്ഞത് ഫൽ വാജിബു അലൈക, നിന്റെ മേൽ നിർബന്ധമാണ്. നീ നന്നാരാ? ഈ കേൾക്കും നമ്മളൊക്കെ എല്ലാ മുസ്ലിമിന്റെയും മേൽ നിർബന്ധമായ കാര്യമാണ് പഠിക്കുക, പ്രവർത്തിക്കുക, പിന്നെ തബ്ലീഗ് വൽ ബയാൻ. അപ്പൊ ദഅവത്ത് നടത്താൻ പഠിച്ച കാര്യം മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരാൾ അറബി കോളേജിൽ പോകണമെന്നില്ല, മൗലവിയാകണമെന്നില്ല, മൊല്ലാക്കയാകണമെന്നില്ല, മുസ്ലിയരാകേണ്ടതില്ല. എന്താണോ പഠിച്ചത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. എത്ര കിട്ടിയോ അത് എത്തിക്കണം. അത് നിർബന്ധമാണ്. നിന്നെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഈ ഇൽമ് എന്ന് പറയുന്നത് നിന്റെ മേൽ മാത്രം നിർത്തപ്പെടേണ്ട, അല്ലെങ്കിൽ നിന്റെ മേൽ വഖഫായ ഒരു കാര്യമല്ല. അത് നിനക്കും മറ്റുള്ളവർക്കുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദീനിനെ നീ പൂഴ്ത്തി വെക്കരുത്. മറ്റേ കരിഞ്ചന്തല്ലോ, മാർക്കറ്റിൽ ഒരു വസ്തുവിന് ആവശ്യക്കാരുണ്ട്, ആ സമയത്ത് കൊടുക്കാതെ പൂഴ്ത്തി വെക്കണം, വില കൂട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ മാർക്കറ്റ് അതിനാണ് എഹ്തിക്കാർ എന്ന് പറയുക. അപ്പോ നിന്നെ അള്ളാഹു ഏൽപ്പിച്ച ഈ ഇൽമിനെ നീ നിന്നിൽ പൂഴ്ത്തി വെക്കാൻ പാടില്ല. ജനങ്ങൾക്ക് ഉപകാരമെടുക്കുന്നതിൽ തടയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കലും അനിവാര്യമായ കാര്യമാകുന്നു. എന്താ തെളിവ്? സൂറത്ത് ആല ഇംറാൻ 187 ആയത്ത്. വഇദ് അഖദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ് ലതുബയ്യിനുന്നഹു ലിന്നാസ് വലാ തക്തുമൂനഹു. വഇദ് അഖദല്ലാഹ്, അല്ലാഹു സ്വീകരിച്ച സന്ദർഭം, മീസാഖ ഒരു കരാർ, ഉടമ്പടി, അല്ലദീന ഊതുൽ കിതാബ, ആരോട്? ഗ്രന്ഥം നൽകപ്പെട്ടവരോട്. അതായത് മുൻ സമുദായങ്ങളെ കുറിച്ച് പറയാൻ. മുൻ സമുദായക്കാർക്ക് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകി. ആ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോട് അള്ളാഹു കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക. എന്താണ് ആ കരാർ? ലതുബയ്യിനുന്നഹു, നിങ്ങൾക്ക് ഏത് കിതാബാണോ അള്ളാഹു നൽകിയത്, പ്രവാചകനിലൂടെ ഏതൊരു ഇൽമാണോ നിങ്ങൾക്ക് നൽകിയത്, ആ നൽകിയ കാര്യം ലതുബയ്യിനുന്നഹു, നിങ്ങൾ അതിനെ വ്യക്തമാക്കി കൊടുക്കുക തന്നെ വേണം. ആർക്ക്? ലിന്നാസി, ജനങ്ങൾക്ക്. വലാ തക്തുമൂനഹു, നിങ്ങൾ അതിനെ മറച്ചു വെക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് കിതാബിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യം മറച്ചു വെക്കാതെ ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം. ഇതൊരു കരാറാണ്. അള്ളാഹു കിതാബ് നൽകപ്പെട്ട സമുദായങ്ങളോട് വാങ്ങിയ കരാറാണ്. ഇത് പൂർവ്വ സമുദായങ്ങളെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ ഇത് നമുക്ക് ബാധകമാണ്. കാരണം നമ്മളും ഖുർആൻ എന്ന അള്ളാഹുവിന്റെ കിതാബിന്റെ ആൾക്കാരാണ്. ഖുർആൻ നൽകപ്പെട്ടവരാണ്. ഈ ഖുർആൻ നൽകപ്പെട്ട നമ്മൾ ഖുർആനിൽ നൽകപ്പെട്ട ഇൽമ് എന്താണോ ആ ഇൽമ് ലതുബയ്യിനുന്നഹു ലിന്നാസ് വലാ തക്തുമൂനഹു, അത് നിങ്ങൾ ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കണം. ബയാൻ എന്ന് പറഞ്ഞാൽ ഈ തബ്ലീഗാരെ പരിപാടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ബയാൻ ചെയ്യാൻ ഉറുദുക്കാരും പറയും. ബയാൻ ചെയ്യുന്നാൽ വയൽതര ആ രീതിയിൽ പറയണം. ബയാൻ ചെയ്യാനാൽ ഒരു ബയാൻ എന്നറിയും. എന്നാൽ ഒരു വയല്, ഒരു കാര്യങ്ങൾ വിശദീകരിക്കൽ, അതാണ്. അപ്പോ ഖുർആനിൽ എന്തുണ്ട്, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച നമുക്ക് എന്ന ഇൽമ് എന്താണോ അത് ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കണം, വ്യക്തമാക്കി കൊടുക്കണം. പിന്നെ ആ കൽപ്പന്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞു, ഉള്ളതുപോലെ പറയണം. നിങ്ങൾക്ക് പറ്റി പറഞ്ഞാൽ പോരാ, മറിച്ച് വലാ തക്തുമൂനഹു, അള്ളാഹു തന്ന ഇൽമിനെ മറച്ചു വെക്കാൻ പാടില്ല, അത് വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുക്കണം. ഇത് അള്ളാഹു ഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോട് വാങ്ങിയ ഒരു കരാറാണ്. ആ കരാറിൽ നമ്മളും ഉൾപ്പെടുന്നു. നമുക്ക് നൽകിയ ഖുർആനാകുന്ന ഇൽമ്, ഖുർആൻ മാത്രമല്ല, ഖുർആനാണ് കിതാബ് കൊണ്ട് ഉദ്ദേശിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഖുർആനിലുള്ളത് മാത്രം പഠിപ്പിച്ചാൽ മതിയോ? അല്ല, ഖുർആനിന്റെ വിശദീകരണമായി നബിക്ക് അള്ളാഹു കൊടുത്തതാണ് സുന്നത്ത്. ഖുർആനും അള്ളാഹുവിന്റെ വഹിയാണ്, സുന്നത്തും അള്ളാഹുവിന്റെ വഹിയാണ്. രണ്ടും വഹിയിൽപ്പെട്ടതാണ്. അതിന് ചില വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും രണ്ടും വഹിയാണ്, എല്ലാവർക്കും തർക്കമല്ല. ആ ഖുർആനും സുന്നത്തും പഠിക്കുകയും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക, അത് നിർബന്ധമാകുന്നു. ഇത് അല്ലാഹു അലൽ ഉലമായി അയ്യുബയ്യിനൂ ലിന്നാസി മാ അല്ലമഹുമുല്ലാഹ്,
അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്ന് പണ്ഡിതന്മാരോട് അള്ളാഹു വാങ്ങിയിട്ടുള്ള കരാറാണ്. എന്തിനു വേണ്ടി? ഈ ഇൽമാകുന്ന ഖൈറ് ജനങ്ങൾക്കിടയിൽ അയ്യൻഷുറു, പഠിച്ച ആളുകൾ എന്ത് ചെയ്യണം? പ്രചരിപ്പിക്കണം. അങ്ങനെ ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം. ഖുർആൻ ഇറക്കിയനാണല്ലോ, പ്രവാചകന്മാരെ അയച്ചത് തന്നെയാണ്. എന്തിന്? മിനൽ ദുലുമാത്ത് ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ, ഇരുട്ടുന്ന് പുറത്താക്കിയിട്ട് വെളിച്ചത്തിലേക്കാക്കാൻ. ആ പണി പണ്ഡിതന്മാർ നിർവഹിക്കണം, വിവരമുള്ളവർ നിർവഹിക്കണം. ഇതാണ് പ്രവാചകന്മാർ നിർവഹിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതും അത് തന്നെയാണ്. ഖുൽ ഹാദിഹി സബീലി, ഇത് നമ്മൾ പലപ്പോഴും കേട്ടുപോയതാണ്. ഖുൽ നബിയെ പറയുക, ഹാദിഹി സബീലി, ഇതാണ് എന്റെ വഴി. അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. നബിയെ പറയണം. ഇതെന്തിനാ നബിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്? എന്റെ പണി ഇതാണ്. അദ്ഉ, ഞാൻ ക്ഷണിക്കുന്നു, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്, അലാ ബസീറ, ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ. ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വെളിച്ചം, അതിനാണ് ഉൾക്കാഴ്ച, ബസീറ എന്ന് പറയുന്നത്. അല്ലാത്തന് ഈ പറഞ്ഞ തിളക്കവും മനസ്സിൽ വെളിച്ചമുണ്ടാവില്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ. ഇനി ഞാൻ മാത്രമല്ല, അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. അപ്പൊ മുഹമ്മദ് നബിന്റെ പണി ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ക്ഷണിക്കലാണ്. ആ മുഹമ്മദ് നബിയെ പിൻപറ്റിയ ആളുകളുടെയും വഴി എന്താണ്? വമനിത്തബഅനി, എന്നെ പിൻപറ്റിയ ആളുകളുടെയും വഴി ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാകുന്നു. അപ്പൊ മുഹമ്മദ് നബി നടത്തിയ ദഅവത്ത് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തും അത് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. ഇനി ഈ ആയത്തിന് ശേഖ് വിശദീകരിക്കാൻ, ഇതാണ് പ്രവാചകന്റെയും പ്രവാചകന്റെ അനുയായികളുടെയും മാർഗം. അറിവ്, പ്രവൃത്തി, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത്. ഒരാൾ ദഅവത്ത് നടത്താൻ കഴിവുണ്ടാവുകയും അവന്റെ പക്കൽ ഇൽമുണ്ടാവുകയും ചെയ്ത് എന്നിട്ട് ദഅവത്ത് നടത്താതെ അവന്റെ ഇൽമിനെ അവൻ മറച്ചുവെക്കുന്നുവെങ്കിൽ നാളെ നരകത്തിൽ ഖിയാമത്ത് നാളിൽ അവന് തീയിന്റെ ഒരു കടിഞ്ഞാൺ അവൻ അല്ലാഹു ഇടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, മൻ സുഇല മിൻ ഇൽമിൻ ഫഖതമഹു അൽജമഹു അല്ലാഹു ബിലിജാമിൻ മിൻ നാരിൻ യൗമൽ ഖിയാമ. ഇനി വേറെ റിവായത്തിൽ മൻ ഖതമ ഇൽമൻ മിമ്മാ യൻഫഉ അല്ലാഹു ബിഹി ഫീ അംരിൻ നാസി അംരിദ്ദീൻ അൽജമഹു അല്ലാഹു യൗമൽ ഖിയാമത്തി ബിലിജാമിൻ മിനൻ നാർ. ലിജാൻ എന്ന് പറഞ്ഞാൽ ഈ മൂക്കുകയറുണ്ടല്ലോ, കടിഞ്ഞാൻ. അത് സാധാരണ കയറുകൊണ്ടാണ്, ചൂടിയ പ്ലാസ്റ്റിക് പല ജാതി കയറുകൊണ്ട് കിട്ടും. അതെന്തുകൊണ്ട്? തീ കൊണ്ടുണ്ടാക്കുക. തീ കൊണ്ടുള്ള കടിഞ്ഞാൺ അവന് ധരിപ്പിക്കപ്പെടും. ആർക്ക്? ഇൽമുണ്ടായിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാത്ത, പഠിപ്പിച്ചു കൊടുക്കാത്ത, അത് മറച്ചു വെച്ചവൻ. അവ പഠിക്കുക, പ്രവർത്തിക്കുക, ദഅവത്ത് നടത്തുക. ദഅവത്ത് നടത്തുന്നില്ലേ ഈ പറഞ്ഞ ശിക്ഷ പരലോകത്തുണ്ടാവും. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് വളരെ എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. ഇത് പറയുമ്പോഴും ചില ആൾക്കാർ പറയും, നമ്മളാരും ആലിമീങ്ങളല്ല, ആലിമീങ്ങളാണ് ദഅവത്ത് നടത്തേണ്ടത്, അതുകൊണ്ട് നിങ്ങളാരും ദഅവത്തിന് പോകേണ്ടതില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനപ്പോ അതിന്റെ തെളിവുകളും കാര്യം പറയില്ല. ആയത്തുകളും ഹദീത്തുകളും വെച്ച് ദഅവത്തുമായി ബന്ധപ്പെട്ട് എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ച് കാണാം. എന്താണോ കിട്ടിയ കാര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്. അബൂദറുൽ ഗിഫാരി, ചുരുക്കി നീട്ടി പറയില്ല, അബൂദറുൽ ഗിഫാരി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഇങ്ങനെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹോദരനെ പറഞ്ഞയച്ചു. സഹോദരൻ പോയി വന്നു, പക്ഷെ അതൊരു തൃപ്തിയായില്ല അദ്ദേഹത്തിന്. അദ്ദേഹം തന്നെ വന്നു മക്കത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അങ്ങനെ ഒളിഞ്ഞ് പാർത്ത് അവിടെ മക്കത്ത് കഴിച്ചുകൂട്ടി ഏകദേശം ഒരു മാസത്തോളം. അദ്ദേഹത്തെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്. ഏകദേശം ഒരു 40-45 ആളുകൾ മാത്രമേ അന്ന് മുസ്ലിങ്ങളായിട്ടുള്ളൂ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത്രയും ആദ്യ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ അന്ന് വേറെ ഒരു ഹുക്കുമും ഇസ്ലാമിന്റെ ഇറങ്ങിയിട്ടില്ല. എല്ലാ ഹുക്കുമുകളും തൗഹീദല്ലാത്ത മറ്റു ഹുക്കുമുകളൊക്കെ ഇറങ്ങുന്നത് മദീനത്താണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരു സംഗതി മാത്രമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂദറുൽ ഗിഫാരിക്ക് നബിയിൽ നിന്ന് കിട്ടിയത്. ഇത് മാത്രം കിട്ടിയ ആളോട് ഇതൊന്നും പറയണ്ട, ഈ ആലിമായില്ല, മൗലവി ആയിട്ടില്ല, ഇസ്ലാം എന്നെ തയ്ച്ച് ഇറങ്ങി തിന്നിട്ടില്ല, എനിക്ക് എന്നെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, ഇയാൾ കുത്തിയിരുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറുൽ ഗിഫാരിയോട് ചോദിച്ച ചോദ്യമുണ്ട്, നീ എന്നിൽ നിന്ന് ഇത് വഹിക്കുമോ?
നീ എന്നിൽ നിന്ന് ഈ കാര്യം നീ വഹിച്ചു കൊണ്ടുപോകുമോ? എന്നിട്ട് നീ അതിന് എന്റെ ജനതക്ക് എത്തിച്ചു കൊടുക്കുമോ? എങ്കിൽ അതുകൊണ്ട് നിനക്കും ആ ഉമ്മത്തിനും ഉപകാരമുണ്ട്, അത് മുഖേന നിനക്ക് കൂലി കിട്ടും. ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് പല പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ നമ്മള് സാധാരണ ഞാനിത് പറയലുണ്ട്, ഗൾഫ് പോണ ആൾക്കാർക്ക് വലിയ ഒരു ലോകിയും ഇല്ലാത്തവരും കൊണ്ട ചെല്ലുന്ന ഒരു കഷ്ണമായിട്ട് 1 കിലോ ഇതൊന്ന് കൊടുക്കുക, അളിയനൊടുക്കാൻ ഒരു 4 പത്തിരി 2 ബീഫ് അല്ലേ, അല്ലെങ്കിൽ ഒരു അലുവ, എന്തെങ്കിലും സാധനം ഉണ്ടാവും. എന്നിട്ട് പ്രത്യേകിച്ച് ലോകിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ലോകിയം കൂട്ടിയിട്ട് ഇതൊന്ന് കൊടുക്കുമോ. 100 ഗ്രാം തന്നെ 1 കിലോ ഉണ്ടാവും കൊണ്ട് ചെല്ലുമ്പോ. അങ്ങോട്ടും അങ്ങനെ തന്നെ, അവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ ചോദിക്കുന്നത് പോലെ ചോദ്യമാണ് നബി അബൂദർ ഗിഫാരിനോട്, ഇതൊന്ന് അവിടെ എത്തിച്ചു കൊടുക്കുമോ? നീ എന്നിൽ നിന്ന് ഇത് വഹിച്ചു കൊണ്ടുപോകുമോ? ഹൽ അന്ത മുബല്ലിഗുൻ അന്നി ഖൗമക്, നീ എന്നെ കുറിച്ച ഈ കാര്യം നിന്റെ ജനങ്ങളിലേക്ക് നീ അത് ഏറ്റെടുത്തു കൊണ്ടുപോകുമോ? അത് എത്തിച്ചു കൊടുക്കുമോ? എന്താ, ഞാൻ ഇങ്ങനെ മുഹമ്മദിന്റെ ഒരാളുണ്ട്, ഈ മുഹമ്മദ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കാര്യമാണ്, ഇതൊന്ന് നീ അവിടെ എത്തിച്ചു കൊടുക്കുമോ? ഇവിടെ ഇസ്ലാം പൂർണ്ണമായോ? ആകെ ഇതേ ഇസ്ലാമിൽ അന്ന് ഇറങ്ങിയിട്ടുള്ളൂ, അത് എത്തിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോ ഇല്ല, ഈ ഒന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട, ഇവിടെ നിന്നോ അല്ലെ നാട്ടിൽ പോയിട്ട് നീ പിന്നെ ഇതനുസരിച്ച് ജീവിച്ചോ എന്നല്ല നബി പറഞ്ഞത്. കിട്ടിയ കാര്യം പറഞ്ഞു കൊടുക്കും. പിന്നെ ഏകദേശം ഖന്തഖ് യുദ്ധവും കഴിഞ്ഞ് മദീനയിൽ ഏകദേശം ഹിജറ 5-ാം കൊല്ലം. അപ്പോ 13-ൽ 3 കഴിച്ചാൽ പിന്നെ 10, 5, 15 കൊല്ലം കഴിഞ്ഞ് അബൂദർ ഗിഫാരി മക്കത്ത് മദീനയിൽ പിന്നെ നബിന്റെ അടുക്കൽ വരുമ്പോ 700ഓളം ആളുകളുള്ള ഗിഫാർ ഗോത്രക്കാർ ഒന്നായിട്ട് മുസ്ലിമായിട്ടാണ് വരുന്നത്. അപ്പൊ അവരെ കണ്ടപ്പോൾ നബി സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിച്ചത് നബി പറഞ്ഞ വാചകങ്ങളൊക്കെ ഹദീസുകളിൽ കാണാം. ഇതിന്റെ ഇടക്ക് ഈ 15 കൊല്ലത്തിനിടക്ക് അബൂദർ ഗിഫാരി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നത് ചരിത്രത്തിൽ എവിടെയില്ല. അപ്പോ എല്ലാം തികഞ്ഞിട്ട് ദഅവത്ത് നടത്തിയാൽ മതി എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് അബൂദർ ഗിഫാരിയോട് ഇത് പറഞ്ഞു? അബൂദർ ഗിഫാരി നടത്തിയത് തെറ്റാണോ? അല്ല. അപ്പൊ അത് നീണ്ട ഹദീസാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച. അതിൽ സംസമിന്റെ കഥയും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. സംസമിന്റെ മഹത്വമായിട്ട് ബന്ധപ്പെട്ടതും സംസം വെള്ളം മാത്രം കുടിച്ചിട്ട് 1 മാസം മക്കത്ത് അബൂദർ ഗിഫാരി കഴിച്ചു കൂട്ടിയതും അതുകൊണ്ടുണ്ടായ ഫലങ്ങളൊക്കെ. 4-ാമത്തെ കാര്യം, പഠിക്കുക, പ്രവർത്തിക്കുക, ദഅവത്ത് നടത്തുക ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണമുണ്ട്. ഇവനങ്ങനെ പറഞ്ഞു, ഇവനെങ്ങനെ പറഞ്ഞു, മറ്റാ നമ്മളെ വിമർശിച്ചു. അപ്പൊ ആളുകൾ പ്രതികരണം ഉണ്ടാവും, എതിർപ്പുണ്ടാവും, ആക്ഷേപങ്ങൾ ഉണ്ടാവും, പരിഹാസങ്ങൾ ഉണ്ടാവും, മർദ്ദനങ്ങൾ ഉണ്ടാവും, ഏറുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, ഒറ്റപ്പെടുത്തലുണ്ടാവും, ബഹിഷ്കരണം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? അസ്സബ്റു അലൽ അദാ ഫീഹി, ഈ ദഅവത്ത് നടത്തുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന പീഡനങ്ങളിൽ ക്ഷമിക്കുക. ഇത് ഉറപ്പാണ്. ശരിയായ ദഅവത്തിനിറങ്ങിയാൽ പ്രയാസം ഉണ്ടാവും, എതിർപ്പുകൾ ഉണ്ടാവും. അപ്പട്ടച്ചു പോകല്ല, ഞാനെന്നെ ഒന്നിൽക്കില്ല എന്ന് പറഞ്ഞ് പോകലല്ല, മറിച്ച് അതിൽ ക്ഷമ അവലംബിക്കണം. എന്നൊരു ശൈഖ് പറയാൻ, ഇത് മുഹമ്മദ് വഹാബിന്റെ വാചകാണ് ക്ഷമ അവലംബിക്കുക എന്നുള്ളത് പറഞ്ഞത്. ഇനി സാലിഹ് അൽ ഫൗസാൻ വിശദീകരിക്കാൻ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ജനങ്ങളെ ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവനെ അവന് ഉപദ്രവങ്ങളും പീഡനങ്ങളും ദുഷിച്ച ആളുകളിൽ നിന്ന് പ്രതിബന്ധങ്ങളായി വരും. മനുഷ്യരിൽ അധിക പേരും ഖൈറ്, നന്മ ഉദ്ദേശിക്കുന്നവരല്ല, മറിച്ച് അവരുടെ മനസ്സിന്റെ ഇച്ഛകളും ഹറാമാക്കപ്പെട്ട കാര്യങ്ങളും ബാത്തിലായ കാര്യങ്ങളും തേടുന്നവരാണ് മനുഷ്യരിൽ അധികവും. അപ്പൊ ആളുകൾക്കിലേക്ക് ദഅവത്തേന് ചെല്ലുമ്പോൾ നന്മ കൽപ്പിക്കണം, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണം. അപ്പൊ എന്തുണ്ടാവും? ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന, ഈ ബാത്തിലൊക്കെ ഇഷ്ടപ്പെടുന്ന, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകും. അപ്പോ അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ദേഹേച്ഛകളിൽ നിന്ന് പിന്മാറണമെന്ന് അവരെ വിലക്കിക്കൊണ്ട് ഒരാൾ അവരടുക്കലേക്ക് ദഅവത്തുമായി ചെന്നാൽ അവരിൽ നിന്ന് റദ്ദു ഫിഇലിൻ ബിൽ ഖൗലി ഔ ബിൽ ഫിഇൽ, ചിലപ്പം വാക്കുകൊണ്ടോ ചിലപ്പോൾ പ്രവൃത്തി കൊണ്ടോ ഉള്ള പ്രതികരണം ഉണ്ടാവും. വാക്കുകൊണ്ടുള്ള ചീത്ത വിളിക്കുക, തെറി പറയുക, വഹാബി എന്ന് വിളിക്കുക, തീവ്രവാദി എന്ന് പറയുക. ഇന്നിപ്പോ ഏറ്റവും വലിയ പരിപാടി അതാണ്, തീവ്രവാദിയാക്കുക എന്നുള്ളതാണ്. ഔ ബിൽ ഫിഇൽ, തൊള്ളോണ്ട് മാത്രമേ ചിലപ്പോൾ കൈകൊണ്ടും കിട്ടും. അതാണ് പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടുള്ള പ്രതികരണം ജനങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ഈ ദഅവത്ത് നടത്തുന്ന ആളുടെ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? അവൻ ഇതൊക്കെ ക്ഷമിച്ച് സഹിച്ചു നിൽക്കലാണ്, നിർത്തിപ്പോകലല്ല. ദഅവത്തിൽ നടത്തുന്നതിൽ അവൻ സ്ഥിരമായി നിൽക്കണം, പണി മതിയാക്കി പോകാൻ പാടില്ല. ഈ വിഷയത്തിലുള്ള മുസ്ലിങ്ങൾക്കുള്ള മാതൃക മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരാകുന്നു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമനും അവസാനത്തവനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. എന്നിട്ട് ശൈഖ് ചോദിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടുമുട്ടിയത്? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള എന്തെല്ലാം പീഡനങ്ങളാണ് നബിയും സഹാബത്തും അനുഭവിക്കേണ്ടി വന്നത്? നബിയെക്കുറിച്ച് അവർ സാഹിർ,
സിഹിർ ചെയ്യുന്നവനെന്നും കള്ളനെന്നും ഭ്രാന്തനെന്നും ഇതിനിടക്കൊക്കെ ചില വാചകങ്ങൾ കേട്ടോ. അങ്ങനെ ഇതൊക്കെ അവർ പറഞ്ഞു. ഈ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി അവരെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. അവരിൽ നിന്നുള്ള പീഡനങ്ങളൊക്കെ നബി ഏറ്റെടുത്തു. അവർ കല്ലുകൊണ്ട് നബിയെ എറിഞ്ഞു. നബിയുടെ കാലിന്റെ മടമ്പിൽ നിന്ന് രക്തം വന്നു. അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ അറുത്ത മൃഗത്തിന്റെ കുടൽമാലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്ത് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കെ നബിയുടെ പുറത്ത് കൊണ്ടുപോയിട്ടു. ഇതൊക്കെ നമ്മൾ പഠിച്ച വിഷയങ്ങളാണ്. അതുപോലെ തന്നെ കൊല്ലുമെന്നും പുറത്താക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അതവർ ചെയ്തു, പുറത്താക്കി. അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ നബി ഹിജറ പോയി. അങ്ങനെയുള്ള ഹിജറ ഉണ്ടാകുന്നത്, അല്ലാതെ പടയോട്ടമല്ല. അങ്ങനെ ചില ആൾക്കാർ പ്രസംഗിക്കും ഹിജറ എന്നാൽ പടയോട്ടമാണ്, അല്ല ഒളിച്ചോട്ടമാണ്. അതാണ് ശരി. ഇനി ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. നബിയുടെ റബായ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലുള്ള പല്ലാണ്. ആ പല്ലുകൾ പൊട്ടി, തലയിൽ നിന്ന് മുറിവേറ്റ് രക്തമൊലിച്ചു. നബി ഒരു കുഴിയിൽ വീണു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹദ് യുദ്ധത്തിൽ പല പരിക്കുകൾ പറ്റു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് നബിക്കും സഹാബത്തിനും കിട്ടി? അതൊക്കെ ദഅവത്ത് നടത്തുകയും ദഅവത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുകയും ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും പീഡനങ്ങളുമാകുന്നു. എത്രത്തോളം ഒരാൾ വിശ്വാസിയാകുകയും ആ വിശ്വാസത്തിലേക്ക് ദഅവത്ത് നടത്തുകയും ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അയാൾ തടസ്സങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വരും. അതിനനുസരിച്ച് അയാൾക്ക് ക്ഷമയും ഉണ്ടാകണം. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സഹനമാണ്, ക്ഷമയാണ് എന്നവൻ മനസ്സിലാക്കണം. ഈ ഓരോ പീഡനമേൽക്കലും ആക്ഷേപമേൽക്കലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള ഉപദ്രവങ്ങളേക്കലുമൊക്കെ നാളെ പരലോകത്ത് അവന്റെ തുലാസിൽ കനം തൂങ്ങുന്ന വിഷയങ്ങളായി മാറും. അതുകൊണ്ട് തന്നെ ഈ 4 വിഷയങ്ങൾ പഠിക്കുക എന്നതിന്റെ പ്രത്യേകതയും പ്രാധാന്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊരു ശൈഖ് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ചില ആളുകൾ ഇപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ചില ഖുത്ബ പറയുന്നവൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒരു ഖത്തീബ് ചിലപ്പോൾ ആളുകളിൽ നിന്നുള്ള വിമർശനം വരുമ്പോ അല്ലെങ്കിൽ എതിർപ്പുകൾ വരുമ്പോ ഞാൻ ഖുത്ബ നിർത്തുകയാണ് എന്ന് പറയും. ദഅവത്ത് നടത്തുന്ന ഒരാൾ ആളുകളിൽ നിന്ന് പ്രയാസങ്ങളും എതിർപ്പുകളും ഉണ്ടാവുമ്പോ വിമർശനങ്ങളുണ്ട്, സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ നിർത്തിപ്പോവുകയാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ദഅവത്ത് നടത്തുന്നില്ല, എന്തിനാണ് ഞാൻ ഈ ഏടാകൂടങ്ങൾക്ക് മുഷ്കിലാത്തിന് എന്തിനാണ് പോകുന്നത്, ഞാൻ നിർത്തുന്നു എന്ന് പറയും. അങ്ങനെ ഓരോ ഉദാഹരണം വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ നിർത്തിപ്പോകേണ്ട ഒരു ഏർപ്പാടല്ല ഇത്. അങ്ങനെ അവരോട് ദഅവത്ത് നിർത്തും. ഇപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ നമ്മൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമ്മൾ കേട്ടതാണ്. പ്രവാചകന്മാർ ഹിജറ പോയതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയതിനെ കുറിച്ച് ഒരു നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോയി. അങ്ങനെ കടലിൽ എറിയപ്പെട്ടു, മത്സ്യം വിഴുങ്ങി, മത്സ്യം കരയിൽ കൊണ്ടുപോയി ഛർദ്ദിച്ചു പുറത്തേക്ക് ചാടിച്ചു, അങ്ങനെ വേറെ നാട്ടിലെത്തി. ഇതൊക്കെ ഖുർആനിൽ വിശദീകരിച്ച സംഭവങ്ങളാണ്. പക്ഷെ ഈ യാത്രയെ സംബന്ധിച്ച് ഖുർആൻ ഒരിടത്തും യൂനുസ് നബിയെ കുറിച്ച് ഹിജറ പോയി എന്ന് പറഞ്ഞിട്ടില്ല. മറ്റ് പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ഹിജറ പോയി എന്ന് പറഞ്ഞു. യൂനുസ് നബിയും ദഅവത്തിന് വേണ്ടി തന്നെയാണ് ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോയത്. പക്ഷെ എന്തുകൊണ്ട് അള്ളാഹ് ഹിജറ എന്ന വാക്ക് ഉപയോഗിക്കാത്തത്? ഹിജറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അനുമതി പ്രകാരം പോകേണ്ടതാണ്. പ്രവാചകന്മാർ സ്വന്തം പ്രകാരം പോയതല്ല. നബി എന്നെ അബൂ സിദ്ദീഖ് പറഞ്ഞപ്പോൾ നബി പറഞ്ഞല്ലോ ഞാൻ കാത്തുകയാണ് അള്ളാഹിന്റെ അനുമതി കിട്ടിയപ്പോഴാണ് നബി പോകാൻ ഒരുങ്ങിയത്. അപ്പോഴാണ് അബൂ സിദ്ദീഖ് കൂടെ പോയത്. ഇവിടെ യൂനുസ് നബി ചെയ്തെന്താ? ദഅവത്ത് നടത്തി, ആരും വിശ്വസിക്കുന്നില്ല, ആളുകളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, എതിർപ്പുകൾ ഉണ്ടാകുന്നു. എന്നാ പിന്നെ ഞാൻ ഇവിടെ മതിയാക്കിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് ദഅവത്ത് നിർത്തിയല്ല, ദഅവത്ത് നിർത്തിയിട്ടില്ല, ഇവിടെ നിർത്തി വേറെ നാട്ടിൽ പോയിട്ട് ദഅവത്ത് നടത്താൻ വേണ്ടി പോയതാണ്. പക്ഷേ അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടായില്ല അങ്ങനെ പോകാൻ. അതുകൊണ്ട് തന്നെ അതിന് ഹിജ്റ എന്ന് അള്ളാഹു പറഞ്ഞില്ല. മറിച്ച് യജമാനനിൽ നിന്ന് അടിമ ഓടിപ്പോകും. ഇത് അടിമയുടെ പീഡനം സഹിക്കായിട്ട്, കാരണം അവന് കൂലിയും കിട്ടില്ലല്ലോ, പണി എങ്ങനെ എടുക്കണം, അടിമ അതാണല്ലോ. അപ്പോ ഒളിച്ചോടിപ്പോകും. ഇപ്പൊ ഈ ഗൾഫിലൊക്കെ പോയിട്ട് വിസക്ക് വീട്ടില് പല ഈ ജോലിക്ക് പോയിട്ട് ചാടിപ്പോണ ആൾക്കാരുണ്ട്. ചാടുക എന്നാ പറയാ. എന്താണ്, പാസ്പോർട്ടൊക്കെ അറബിയുടെ തയ്ക്കൂ, പിന്നെ അറബി കാണാതെ അവിടുന്ന് ചാടിയിട്ട് വേറെ എവിടെങ്കിലും പോയിട്ട് വേറെ പിന്നെ വിസ ശരിയാക്കിയിട്ടല്ല നാട്ടിലേക്ക് കയറിപ്പോരെങ്കിലും ഇതാവും. അതിനാണ് ചാടുക എന്നറിയില്ല. ഈ ചാട്ടം അതിനുപയോഗിക്കുന്ന അതേ വാക്കാണ്, അബക്ക എന്ന വാക്കാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. യജമാനന്റെ അനുവാദമില്ലാതെ അടിമ ഓടിപ്പോവുക. അവിടെ യജമാനാരാ? അള്ളാഹു എന്ന യജമാനന്റെ അടിമയായ യൂനുസ് അള്ളാഹു ഏൽപ്പിച്ച പണി നിർത്തിയില്ല. ഏൽപ്പിച്ചിടത്ത് നിർവഹിക്കാതെ അവിടുന്ന് അപ്പണിയെടുക്കാൻ വേറെ സ്ഥലത്ത് പോയി. ഗൾഫ് പോണി ചാടണം. അങ്ങനെ തന്നെ ഓൻ ജോലിക്കാ പോയത്. കഫീലിന്റെ കീഴിൽ നിന്ന് ചാടിയിട്ട് വേറെ കഫീലിന്റെ കീഴിൽ പണിയെടുക്കാൻ വേണ്ടി പോവുക.
ഇത് കഫീലും മാറുന്നില്ല, പണിയും മാറുന്നില്ല, സ്ഥലേ മാറിയിട്ടുള്ളൂ. എന്നിട്ട് പോലും അള്ളാഹു അവിടെ ഹിജറ പോയി എന്ന് യൂനുസ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോ ഇതെന്തിനാ പറഞ്ഞാൽ ദഅവത്ത് നമ്മൾ നിർത്തിപ്പോകേണ്ടവരാ അല്ല. നമ്മളെ ഇന്നലത്ത് നല്ല പറഞ്ഞു നമ്മളെവിടെ സൃഷ്ടിച്ചോ, നമ്മൾ എവിടെ പോണോ അവിടൊക്കെ ദഅവത്ത് നടത്താം. അപ്പൊ ഈ പണി നിർത്താൻ പാടില്ല. അത് എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും എന്തുണ്ടായാലും ശരി, കാരണം അത് അള്ളാന്റെ മാർഗ്ഗം